ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ജിവ തോട്ട്സ്. ഇന്നൊരു അടിപൊളി മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 4 വെളുത്തുള്ളി, ഒരു 10 ചെറിയ ഉള്ളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു പീസ് ഇഞ്ചി, പെരുംജീരകം കുറച്ച് 1/2 സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഒരു തക്കാളി കൂടെ ചേർത്ത് അരച്ചെടുക്കാം. അതിനുശേഷം പുഴുങ്ങിയെടുത്ത 4 മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതൊരു പാനിലേക്ക് വെച്ച് കൊടുത്ത് കുറച്ച് ഓയിൽ, മുളക് പൊടി, ഗരം മസാല, അല്പം ഉപ്പ്, അല്പം മഞ്ഞൾപ്പൊടി ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് 2 ഭാഗവും തിരിച്ച് മറിച്ചിട്ട് മൊരിച്ചെടുക്കാം. 2 ഭാഗത്തും നല്ലപോലെ മസാല പിടിക്കത്തക്ക രീതിയിൽ മറിച്ചിട്ട് തിരിച്ചിട്ട് ഇളക്കിയെടുക്കാം. അതിനുശേഷം ഇതേ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് 1/4 സ്പൂൺ കടുക്, ചില്ലി ഫ്ലേക്സ് കുറച്ച് ഒരു 1/2 സ്പൂൺ ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നീളത്തിലരിഞ്ഞ ഒരു സവാള കൂടെ ചേർത്ത് അല്പം ഉപ്പ് കൂടെ ചേർത്ത് പെട്ടെന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് വേണ്ടത് ഗരം മസാലയാണ്. 1 സ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി 1/2 സ്പൂണ്, പിന്നെ വേണ്ടത് അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി എരിവുള്ളതാണ്, അതുകൊണ്ടാണ് കുറച്ച് ചേർക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അരച്ച തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നേരത്തെ വഴറ്റി വെച്ച മുട്ട കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചാൽ സ്വാദിഷ്ടമായ മുട്ടക്കറി റെഡി. തീർച്ചയായും ട്രൈ ചെയ്യണേ.